യാൻവാബിയിൽ പൂജ തുടരാം. പൂജ തടയണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. എസ് നന്ദഗോപൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇത്. എന്തായാലും അലഹബാദ് ഹൈക്കോടതി കൂടി ഈ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ്. പൂജ നടത്തുന്നതിൽ തടസ്സമുണ്ടാകില്ല. യാൻവാബി ക്ഷേത്രത്തിലെ തെക്കേ നിലവറയായ വ്യാസ് തെക്കാനയിൽ പൂജ ചെയ്യാൻ അനുമതി നൽകി കഴിഞ്ഞ മാർച്ച് 31-ന് വാരണാസി കോടതി ഒരു ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് അവിടെ പൂജ നടന്നു വരികയായിരുന്നു. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യാസ് കുടുംബത്തിന് അധീനതയിലുള്ള നിലവറയിൽ 1993 മുൻപ് നിത്യപൂജകൾ നടന്നിരുന്നതായി തെളിവ് സഹിതം കോടതിയെ ധരിപ്പിച്ചു. അതേപോലെ തന്നെ ഈ ക്ഷേത്രം 93 വരെ മുദ്ര വെക്കുന്നത് വരെ പുരോഹിതനായ സോമനാഥ് വ്യാസ് അവിടെ പൂജ നടത്തിയിരുന്നതായും ഹിന്ദു വിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പൂജ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇതിനെ ചോദ്യം ചെയ്ത്, അതായത് വാരണാസി കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് പള്ളി കമ്മിറ്റി ആദ്യം സുപ്രീം കോടതിയായിരുന്നു സമീപിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതി വീണ്ടും തിരിച്ച് ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെയാണ് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ 93 വരെ കൃത്യമായി തന്നെ നിത്യപൂജകൾ നടന്നിരുന്നു. അതിനുശേഷം ക്ഷേത്ര സമുച്ചയം അത് സീൽ വെച്ചതിൽ പിന്നെയാണ് ഈ നിലവറയിൽ പൂജകൾ മുടങ്ങിയത്. മാത്രമല്ല, സമാനമായ ഹർജികൾ, അതായത് ക്ഷേത്രത്തിനുള്ളിൽ അവിടെ ഗൗരി ശൃംഗേരി അടക്കം തൊഴുവാൻ വേണ്ടിയുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു. മറ്റു കേസുകൾക്കും ഈ ഹൈക്കോടതി വിധി അത് അനുകൂലമായി വരുമെന്നാണ് ഇപ്പോൾ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും നന്ദനത് മാത്രമല്ല, ഈ ഹർജി തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചതും സുപ്രധാനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വളരെ ശ്രദ്ധേയമാണ് നിരീക്ഷണവും. കാരണം നന്ദൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നിലവറയിലെ പൂജ 1993 വരെ തുടർന്നിരുന്നു. അതിൽ ആ സമയത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടി, അതായത് ഈ പൂജ തടഞ്ഞ നടപടി നിയമവിരുദ്ധമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും, അതായത് 1993 വരെ അവിടെ പൂജകൾ നടന്നിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ വാരണാസി കോടതിയിലും ഈ പൂജകൾ നടത്തുവാൻ അനുമതി ലഭിച്ചതിന്റെ കാരണവും അതുതന്നെയാണ്. ഈ 93 വരെ അവിടെ പൂജകൾ നടന്നിരുന്നതായി ഹൈന്ദവ വിഭാഗം വാദിച്ചു. അതിന് തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ, അതേപോലെ തന്നെ മറ്റ് തെളിവുകൾ സഹിതം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതിൽ പിന്നെയാണ് വാരണാസി ജില്ലാ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട് ആദ്യം ഉണ്ടാകുന്നത്. അതിനെ ചോദ്യം ചെയ്താണ് പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ അത് ചട്ടവിരുദ്ധമായതിനാൽ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു ഹൈക്കോടതിയെ സമീപിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഏതാണ്ട് 9 ദിവസം കൃത്യമായ വാദങ്ങൾ, തുടർച്ചയായ വാദങ്ങൾ കേട്ട കോടതിയാണ് പിന്നീട് ഇത് സംബന്ധിച്ച വിധി പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് കോടതിക്ക് ഈ വാദമുഖങ്ങളൊക്കെ തന്നെ കേട്ടപ്പോഴും കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് അവിടെ 93 മുമ്പ് അവിടെ കൃത്യമായി പൂജകൾ നടന്നിരുന്നു. ഈ വ്യാസ് കുടുംബത്തിലെ വ്യക്തിയാണ് അവിടെ പൂജകൾ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ തെളിവുകൾ സഹിതം, അതിനുള്ള തെളിവുകൾ സഹിതമാണ് കോടതിയിൽ ഹാജരാക്കിയത്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ പൂജകൾ തുടരുവാൻ വേണ്ടിയുള്ള നിലപാട് എടുത്തത്. ഹൈന്ദവ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമാനമായ മറ്റ് ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജികൾക്കൊക്കെ തന്നെ ഇത് ഇപ്പൊ ഉണ്ടായ ഹൈക്കോടതി വിധി അത് സപ്പോർട്ടീവ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ പള്ളി കമ്മിറ്റി ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വിധി അംഗീകരിക്കില്ല. ഈ വിധിയെ തടയണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഉടൻ തന്നെ ഹർജി നൽകുമെന്നുള്ള കാര്യമാണ് പള്ളി കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി നന്ദൻ, എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാണ്. ആ പ്രതികരണം കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. Today, the Honorable Allahabad High Court has dismissed the first appeal from order of Anjuman Intizamiya, which was directed against 17th of January order and 31st of January order. And the effect of this order is that the puja will continue. And if the Anjuman Intizamiya comes to the Supreme Court, we will file our caveat before the Honorable Supreme Court. हमारे हिसाब से और हमारे सनातन धर्म के लिए ये तो जीत बड़ी है कि एक पूजा जो बहुत दिनों से बाधित थी वो जारी रहेगी अनवरत, और ये अब माननीय न्यायालय की इसमें मोहर भी लग गई, तो ये हमारे हिसाब से तो हमारे लिए